ടോപ്പിക്ക് ബിസിനസ് ഇൻ്റലിജൻസ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചയായ ഡാറ്റ ഉണ്ടാവില്ല, റോ ഡാറ്റനെ നമ്മളൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യും. ചുമ്മാ കൺവേർട്ട് ചെയ്യില്ല, ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ കൺവേർഷൻ ചെയ്യണത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് എടുക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അത് എക്സിക്യൂട്ടീവ്സ്, മാനേജേഴ്സ്, വർക്കേഴ്സിനൊക്കെ കുറേ ഹെൽപ്ഫുള്ളായിരിക്കും അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനീസ് ഉണ്ടാവുമല്ലോ, കമ്പനീസ് ഇൻറ്റേർണൽ IT സിസ്റ്റം വഴിയും പുറത്തുള്ള സോഴ്സ് വഴിയും ഡാറ്റാസ് കളക്ട് ചെയ്യും, റോ ഡാറ്റാസ് കളക്ട് ചെയ്യും, എന്നിട്ടത് വിശകലനം ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയ്ക്ക് എതിരെയായിട്ട് നമ്മൾ കുറേ ക്വറീസ് കണ്ടക്ട് ചെയ്യും. എന്നിട്ടൊരു നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട്സുകൾ, ഡാഷ്ബോർഡ്സ്, ഡാറ്റ വിഷ്വലൈസേഷൻസ് അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ റിസൾട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു വിശകലനം ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് കിട്ടില്ല. ആ റിസൾട്ടിൽ നിന്നാണ് നമ്മൾ ഓരോ പ്ലാനിങ് ഒക്കെ, ഓരോ തന്ത്രങ്ങൾ, ഓരോ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് BI. അപ്പോൾ BI വഴി നമുക്ക് ഈ റവന്യൂ കൂട്ടാൻ സഹായിക്കും, നമ്മുടെയൊക്കെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും, പിന്നെ മത്സരബുദ്ധി നമുക്ക് ഗെയിൻ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അടുത്ത ഈ ബിസിനസ് ഇൻ്റലിജൻസ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഡാറ്റാസ് പല സോഴ്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യും. ഇൻറ്റേർണൽ സോഴ്സ് ആവാം, എക്സ്റ്റേണൽ സോഴ്സ് ആവാം. എന്നിട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി നമ്മൾ ഡാറ്റ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അത് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റാസ് അത് പല നേച്ചറുള്ള ഡാറ്റാസാണ് അല്ലേ. അതിന് നമ്മൾ അതിൻ്റേതായ നേച്ചർ അനുസരിച്ച് നമ്മൾ ഓരോ കാറ്റഗറീസായിട്ട് തിരിച്ചായിട്ട് വയ്ക്കും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡാറ്റ അനലൈസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ഓരോ കാറ്റഗറീസ് വെച്ചിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്തല്ലോ, ആ ഡാറ്റയ്ക്കെതിരെ നമ്മൾ ഓരോ ക്വറീസ് ചെയ്യും, ഓരോ ചോദ്യങ്ങൾ ചെയ്യും. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ ചെയ്ത് അതനുസരിച്ചുള്ള മറുപടി കിട്ടും, ഓരോ റിസൾട്ട് കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, റിപ്പോർട്ട്സ് തയ്യാറാക്കും. ആ വിശകലനം ചെയ്ത ആ റിസൾട്ടിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട്സ്, ഈ പറഞ്ഞ പോലെ ഡാഷ്ബോർഡ്സ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ മാനേജ്മെൻറ്റിന് അയച്ചു കൊടുക്കും. അപ്പോൾ ആ റിപ്പോർട്ട് കണ്ടിട്ട് ആ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിങ്, നല്ല ബെറ്റർ ഡിസിഷൻസ് എടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇൻ്റലിജൻസ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനീനെ സംബന്ധിച്ച് പല ഡാറ്റാബേസുകളുണ്ടാവും അല്ലേ. പ്രൊഡക്റ്റിനൊരു ഡാറ്റാബേസ്, മാർക്കറ്റിംഗ് ഡാറ്റാബേസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫിനാൻസ് ഡാറ്റാബേസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡാറ്റാബേസ്, അങ്ങനെ പല ഡാറ്റാബേസുകളുണ്ടാകും. അപ്പോൾ ഓരോ ഡാറ്റാബേസിൽ അതനുസരിച്ചുള്ള റോ ഡാറ്റാസാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഡാറ്റാബേസ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. പ്രൊഡക്റ്റ് ഡാറ്റാബേസ്, മാർക്കറ്റിംഗ് ഡാറ്റാബേസ്. പ്രൊഡക്റ്റ് ഡാറ്റാബേസിൻ്റെ അകത്ത് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇവിടെയാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്, റോ ഡാറ്റ. അതുപോലെ മാർക്കറ്റിംഗ് ഡാറ്റാബേസ്, അതുപോലെ തന്നെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സെല്ലിങ്, ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം ഇവിടെ ആണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് ഈ 2 ഡാറ്റാബേസിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഈ ഡാറ്റ വെയർ ഹൗസിലോട്ട് പോകും. ഈ ഡാറ്റ വെയർ ഹൗസ് ഈ ബിസിനസ് ഇൻ്റലിജൻസ് ടെക്നിക്സ് യൂസ് ചെയ്യുന്ന ഒരു വെയർ ഹൗസാണ്, ഒരു ഡാറ്റ വെയർ ഹൗസാണ്. അപ്പോൾ ഈ 2 ഇൻഫർമേഷൻസ് എല്ലാം ഇതിലോട്ട് പോയിട്ട് അവിടെ കിടക്കും. എന്നിട്ട് നമ്മൾ ഈ BI ഉപയോഗിച്ചിട്ട് നമ്മൾ ക്വറീസ് ചെയ്യും, ഓരോ വിശകലനം ചോദ്യം ചെയ്യും. അപ്പോൾ അതനുസരിച്ചുള്ള മറുപടി അല്ലെങ്കിൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഒരു സജഷൻസൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, ഇപ്പോൾ നമ്മൾ ക്വറീസ് നടത്തി, അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ളൊരു സൊല്യൂഷൻ, അതിൽ നിന്നുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ആ റിസൾട്ടിനകത്ത് പറയാണ്, നിങ്ങളൊരു പുതിയ പ്രൊഡക്റ്റ് ലൈൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്, നല്ലതായിരിക്കും, BI പറയാണ്. ഓക്കെ, പിന്നെ വീണ്ടും ചോദ്യം ചോദിച്ചപ്പോഴും ഈ പുതിയ പ്രൊഡക്റ്റ് ലൈൻ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് കൂട്ടി കിട്ടും. സെയിൽസ് കൂട്ടി കിട്ടാനായിട്ട് നിങ്ങൾ പുതിയ അഡ്വർടൈസ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ കുറച്ചും കൂടി ഗ്രോത്ത് അച്ചീവ് ചെയ്യും.
അപ്പോൾ അങ്ങനെ കുറേ സജഷൻസൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഈ നമ്മൾ കൊണ്ടുവരുന്ന ഡാറ്റാസിൽ നിന്ന് കുറേ സജഷൻസ്, കുറേ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻസൊക്കെ ഈ BI പറഞ്ഞു തരും. ഓക്കെ, ഇങ്ങനെയാണ് ആ ഇത് വർക്ക് ചെയ്യണത്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് BIയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നല്ല നല്ല ഡിസിഷൻസ് കറക്റ്റ് സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ, പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത്, പ്രോഫിറ്റ്, അതിനെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഉണ്ടാവില്ലേ, അതിനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ മത്സര ബുദ്ധി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മുടെ ബിസിനസ് പ്രോസസ്സൊക്കെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് പ്രോബ്ലംസ് കുറച്ചും കൂടി തന്ത്രപരമായിട്ട് നമുക്ക് നേരിടാൻ പറ്റും. അതുപോലെ തന്നെ പുതിയ പുതിയ മാർക്കറ്റ് ട്രെൻഡുകൾ നമുക്ക് അറിയാൻ പറ്റും, കുറച്ചും കൂടി വിശകലനം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു ഓവറോൾ പ്രോഗ്രസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ബെനിഫിറ്റ്സ് ഓഫ് BI, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് BIൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് തന്നെയാണ് ബെനിഫിറ്റ്സ് ഓഫ് BIൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. അതായത് നല്ല നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റും, കറക്റ്റ് സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ടൈംലി ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ബിസിനസ് പ്രോസസ്സ് കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ പറ്റും, നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ബിസിനസ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്ത് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കറണ്ട് മാർക്കറ്റ് ട്രെൻഡ്സും ഇനി വരാൻ പോണ മാർക്കറ്റ് ട്രെൻഡ്സും നമുക്ക് ഒരു ദീർഘദൃഷ്ടി ഇത് തരും. അതുപോലെ നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ബിസിനസ് തന്ത്രങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് സെയിൽസ് കൂട്ടാൻ പറ്റും, അതിൽ നിന്ന് കുറേ റവന്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പിന്നെ മത്സരബുദ്ധി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് BIയുടെ ബെനിഫിറ്റ്സ്. ഞാൻ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം പല ടൈപ്പിലുള്ള ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ യൂസസും അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് അഡ്ഹോക്ക് അനാലിസിസ്. അഡ്ഹോക്ക് അനാലിസിസിനകത്ത് പറഞ്ഞത് ഇപ്പോൾ ഒരു ടെമ്പററി ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ബിസിനസ് ഇഷ്യൂസൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ബിസിനസ് ഇഷ്യൂവിനെ നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, അനലൈസ് ചെയ്ത് കുറേ ക്വറീസ് കണ്ടെത്തി അതിൽ നിന്ന് സൊല്യൂഷൻസ് എടുക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് അഡ്ഹോക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്ത ടൂളാണ് ഒലാബ്, ഓൺലൈൻ അനാലിറ്റിക്കൽ പ്രോസസ്സിംഗ്. ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഡാറ്റേനെ പല രൂപത്തിൽ, പല ഡയമെൻഷൻസിൽ നമ്മൾ ഡാറ്റേനെ വിശകലനം ചെയ്യും. ഓക്കെ, ഇത് എപ്പോഴും ഒരു കോംപ്ലക്സ് ക്വറീസ്, കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആവശ്യമുള്ള ഡാറ്റാസൊക്കെ ഉണ്ടാവുമല്ലോ, അതിലാണ് നമ്മൾ ഈ ഒലാബ് ടൂൾസ് കൂടുതലായിട്ട് യൂസ് ചെയ്യണത്. മൊബൈൽ BI എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ്, അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാഷ്ബോർഡ്സ്, ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാവുമല്ലോ, അതിനാണ് മൊബൈൽ BI എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 2-3 ഡാറ്റ വിഷ്വലൈസേഷനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, റിയൽ ടൈം BI, ഇതിൻ്റെ അകത്ത് അതായത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ബിസിനസ് ഓപ്പറേഷൻസ്, അതായത് ലൈവായിട്ട് വരുന്ന കസ്റ്റമർ ബിഹേവിയർ, ഫിനാൻഷ്യൽ മാർക്കറ്റ് ട്രെൻഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ അപ്പം തന്നെ നമ്മൾ ഈ റിയൽ ടൈം BIയിലോട്ട് നമ്മൾ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അതിൻ്റെ സൊല്യൂഷൻസ് കിട്ടും. നമുക്ക് ക്വറീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള സൊല്യൂഷൻസ് റിസൾട്ട് അപ്പം തന്നെ നമുക്ക് റിയലായിട്ട് തന്നെ കിട്ടും. ഓക്കെ, അതിനാണ് റിയൽ ടൈം BI എന്നുള്ളത്. ഓപ്പറേഷണൽ ഇൻ്റലിജൻസ്, ഇതിനെ ഓപ്പറേഷണൽ BI എന്ന് പറയും. ഇത് റിയൽ ടൈം പോലെ തന്നെയാണ്. അതായത് നമ്മൾ ബിസിനസ്സിൻ്റെ ഓരോ പ്രോസസ്സും ഓപ്പറേഷൻസൊക്കെ ചെയ്യണ സമയത്ത് അതനുസരിച്ചുള്ള ഇൻഫോർമേഷൻസ് മാനേജേഴ്സിനും അതിൻ്റെ സ്റ്റാഫിനും വർക്കേഴ്സിനൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് ഓപ്പറേഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അടുത്ത ഓപ്പൺ സോഴ്സ് BI. ഓപ്പൺ സോഴ്സ് BI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെ 2 വേർഷൻസ് ഉണ്ട്. ഒരെണ്ണം നമുക്ക് ഫ്രീ ഓഫ് ചാർജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരെണ്ണം നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓപ്പൺ സോഴ്സ് BI. ഇത് ഓപ്പൺ സോഴ്സ് BI എന്ന് പറയാൻ കാരണം ഇത് എല്ലാവർക്കും അവൈലബിൾ ആണ്, ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇതൊരു സോഫ്റ്റ്വെയർ കോഡാണ്, ഇത് ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അത് 2 രീതിയിലാണ് ഇത് അവൈലബിൾ. ഒരെണ്ണം നമുക്ക് ഫ്രീ ഓഫ് ചാർജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരെണ്ണം ഏതെങ്കിലും വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് നമുക്കത് സബ്സ്ക്രിപ്ഷൻ ബേസിസിൽ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് എംബഡഡ് BI. ഇതൊരു BI ടൂളാണ്. അത് നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണോ ഉപയോഗിക്കുന്നത്, ഏത് ആപ്പാണോ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഉള്ളിലോട്ട് നമുക്കത് കൂട്ടിച്ചേർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ആപ്പ് യൂസ് ചെയ്യണ യൂസേഴ്സിന് പെട്ടെന്ന് തന്നെ ആ ഡാറ്റയുടെ റിപ്പോർട്ട്
കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷോപ്പിംഗ് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ആ ആപ്പ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സാധനത്തിൻ്റെ സെയിൽസ് റിപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ എക്സാമ്പിൾ. അടുത്തത് കൊളാബറേറ്റീവ് BI. ഇത് BI ആപ്ലിക്കേഷൻസും കൊളാബറേഷൻ ടൂൾസ് കൂടിയിട്ടാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. പല യൂസേഴ്സ് ഉണ്ടാവും. പല യൂസേഴ്സ് നമുക്ക് പല സ്ഥലത്തിരുന്ന് നമുക്ക് ലൈവായിട്ട് നമുക്കൊരു ഡാറ്റേനെ വിശകലനം ചെയ്യാം. ഒരുമിച്ചിരുന്ന് തന്നെ വിശകലനം ചെയ്യാൻ പറ്റും. അതായത് പരസ്പരം ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് ഇടാം, പിന്നെ ഹൈലൈറ്റിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസ്കഷൻസ് ചെയ്യാം. എന്നിട്ട് അവസാനം നമുക്ക് അതിൽ നിന്നുള്ള ഡാഷ്ബോർഡ്സ് റിപ്പോർട്ട്സൊക്കെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിനെയാണ് കൊളാബറേറ്റീവ് BI എന്നുള്ളത്. അടുത്ത ലൊക്കേഷൻ ഇൻ്റലിജൻസ്. ഇതിൻ്റെ അകത്ത് ഒരു സ്പെഷ്യലൈസ്ഡ് ഫോം ഓഫ് BI ടൂൾസാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ലൊക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഇവർ കളക്ട് ചെയ്യും. എന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ അനലൈസ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് റിപ്പോർട്ടുകൾ തയ്യാറാക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂബർ ഡ്രൈവേഴ്സ് അവർ GPS അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇമേജസ് ഉപയോഗിച്ചിട്ടായിരിക്കും ആ ലൊക്കേഷൻ കളക്ട് ചെയ്യണത്, ആ ഡാറ്റാസ് കളക്ട് ചെയ്യണത്. എന്നിട്ട് ആ ലൊക്കേഷനിൽ ഇരിക്കുന്ന പാസഞ്ചേഴ്സിൻ്റെ ബിഹേവിയർ ഇവർ അനലൈസ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് റിപ്പോർട്ട്സ് തയ്യാറാക്കും. അപ്പോൾ ആ റിപ്പോർട്ട്സ് കാണുമ്പോൾ മനസ്സിലാവും ഈ ഏരിയാസിൽ പാസഞ്ചേഴ്സ് കുറവാണ്, ഈ ഏരിയാസിൽ പാസഞ്ചേഴ്സ് കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് ഈ യൂബർ ഡ്രൈവേഴ്സ് അവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യും പാസഞ്ചേഴ്സ് കൂടുതലുള്ള ഏരിയാസിൽ. അപ്പോൾ ഇങ്ങനെയാണ് ലൊക്കേഷൻ ഇൻ്റലിജൻസ് ആ ടൂൾ വർക്ക് ചെയ്യണത്. ബിസിനസ് ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോംസ് ഇതൊരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അതായത് ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു ഡാറ്റ കളക്ട് ചെയ്യണു, അതിനെ പ്രോസസ്സ് ചെയ്യണു, അതിനെ അനലൈസ് ചെയ്യണു. ഫൈനലി അതിൻ്റെ റിസൾട്ട് നമ്മൾ റിപ്പോർട്ടായിട്ടോ ഡാഷ്ബോർഡായിട്ടോ സ്കോർ കാർഡായിട്ടോ നമ്മൾ ബിസിനസ് യൂസേഴ്സിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റിസൾട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനും കുറച്ചും കൂടി അട്രാക്ഷൻ കിട്ടാനും കുറച്ചും കൂടി കളർഫുൾ ആക്കാനും കുറച്ചും കൂടി വിഷ്വലൈസേഷൻ കൂട്ടാനും നമ്മൾ ഡാറ്റ വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണു. ഡാറ്റ സ്റ്റോറി ടെല്ലിംഗ് ഫീച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യണു. പല രൂപത്തിൽ നമുക്ക് ഒരു റിസൾട്ടിനെ കാണിക്കാം. ഗ്രാഫായിട്ടോ ചാർട്ടായിട്ടോ പൈ ഡയഗ്രാമായിട്ടോ ഓക്കെ. നമുക്ക് പെട്ടെന്ന് ബിസിനസ് യൂസേഴ്സിന് മുന്നിൽ കുറച്ചും കൂടി നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ BI പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നത്.